ക്രിസ്ത്യൻ ചർച്ചസിനെപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റ് ഇതിൻ്റെ ഉറവിടമായിട്ടുള്ള ടർക്കിയിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തിരി പീഡനം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും പീഡനകാലം തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് അവിടെയുള്ള എല്ലാവരും ഇവിടുന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻസിന് ഒരു കാലത്ത് അവിടെ 100% ക്രിസ്ത്യൻസ് ആയിരുന്നു ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ. അത് പിന്നെ പെർസെൻറ്റേജ് കുറഞ്ഞ് ആ കമ്മ്യൂണിറ്റി തന്നെ അവിടെ കുറേ കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോകുന്ന സംശയം. ഇപ്പം ലെബനോന് പ്യൂർലി ക്രിസ്ത്യൻ കൺട്രിയാണ്. ഒരു 20 വർഷം മുമ്പ് വരെ ലെബനോനിലൊരു 40% ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്നിട്ടൊരു 20% കുറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോഴും പ്രസിഡൻറ്റ് ക്രിസ്ത്യനാണ്, ലെബനീസ് പ്രസിഡൻറ്റ്. അതാ ആ ഒരു രീതിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൈനോറിറ്റീസ് ആ ഒരു മേഖല പ്രത്യേകം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് ഒരു ഈസി ടാർഗറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയൊക്കെയോ ചിലർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതും ക്രിസ്ത്യാനികളെ ഇച്ചിരി അലോസരപ്പെടുത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുമേനി, കാസ പോലെയുള്ള ചില ക്രിസ്ത്യൻ സംഘടനകളും ചില പ്രീസ്റ്റുകളും ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻ തിരുമേനിയുടെ ഇതിൽ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയപ്പെടുത്തിട്ടുണ്ട്? ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല. പക്ഷേ ചില ഇൻസിഡൻസ് പലരും പറഞ്ഞു കേൾക്കുമ്പം എന്തൊക്കെയോ അപകടങ്ങൾ ആ നിലകളിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ടെർമിനോളജി പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സഭയ്ക്കുള്ളിൽ കുറേ പൊളിറ്റിക്കൽ വോയിസസ് വരുന്നുണ്ട്, എസ്പെഷ്യലി കാത്തലിക് സഭയിൽ. ഒരു പർട്ടിക്കുലർ പാർട്ടിയെ ഫേവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്താകുമ്പോൾ അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ട്രെൻഡിനെ പറ്റി എന്താണ് പറയുന്നത്? ചർച്ച് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല വ്യക്തിപരമായിട്ട്. ചർച്ചിനോടുമൊക്കെ ഒരു അഫിലിയേഷനുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഒറിജിനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഈ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും നമ്മുടെ ആളുകളുണ്ട്. ഈവൻ ഇപ്പം BJP പോലും ക്രിസ്ത്യൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സഭയായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി വരുന്നതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ അതിനോട് അങ്ങനെ യോജിക്കുന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒരു പക്ഷേങ്കിൽ ചില ധാരണകളുടെ പുറത്തോ അല്ലെങ്കിൽ ചില ആവശ്യങ്ങളുടെ പുറത്തോ ഒരു പക്ഷേങ്കിൽ ചർച്ചസിന് ഉണ്ടായെന്ന് വരാം. അവരനുഭവിക്കുന്ന ക്രൈസിസ് അല്ലെങ്കിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അതിനെ അനുകൂലിക്കുന്നവരുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആ സംവിധാനത്തോട്, ആ പാർട്ടിയോട് ഒരു അലീജിയൻസ് അല്ലെങ്കിൽ ഒരു മൃദു സമീപനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതല്ലാതെ അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഫോം ചെയ്യുന്നു, ഞാനും കേട്ടു അങ്ങനെയൊക്കെ, വേണ്ടി വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ. പാമ്പ്ളാനി പിതാവാണെന്ന് എനിക്ക് തോന്നുന്നത്, അത് ഏതൊരു പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവില്ല. അങ്ങനെ ആ ഒരു മൂവിലേക്കൊന്നും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ തീവ്രതയിൽ നിന്നുമൊക്കെ പറയുന്നതാണ് പിതാക്കന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തിരുമേനി, ഈ ക്രിസ്ത്യൻ സമുദായം ഒരു ഓർഗനൈസ്ഡ് വോട്ട് ബാങ്കായിട്ട് നിന്ന സമയത്ത്, അതായത് ഒരു 10-30 വർഷം മുമ്പ് സംസ്ഥാന ഭരണത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്വാധീനം ഇല്ലാതായി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് റീഗെയിൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്ന അത്രയും സേ ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് രാഷ്ട്രീയമായിട്ടൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു പ്രാതിനിധ്യവും ഇൻവോൾവ്മെൻറ്റുമൊക്കെ അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ അതൊക്കെ ആവശ്യമാണ്. അത് ഇല്ലാതെ വരുമ്പോഴുള്ള ഒരു ശൂന്യത തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്.
പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു പെർസെപ്ഷൻ ഒരു ലെഫ്റ്റ് ലീനിയൻറ്റ് അങ്ങനെയാണോ അത്? അത് ഈ ചർച്ച എപ്പോഴും ഒരു ക്രൈസിസ് ഓറിയൻറ്റഡാണ് ചർച്ച, എപ്പോഴും ക്രൈസിസിൽ പോകുന്ന ചർച്ചയാണ്. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം തേടിയേ തീരൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. സ്വാഭാവികമായിട്ടും ക്രൈസിസിൽ സഹായിക്കുന്നവർ അല്ലെങ്കിൽ കരുതുന്നവർ അവരെ തിരിച്ചും കരുതുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ആ കരുതൽ എന്ന് പറയുന്നത് എങ്ങനെ എത്രയേറ്റം അത് എത്ര പേർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അധികം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കൊണ്ട് പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു ഇഷ്ടമാണത്. അത് ഇറ്റ്സ് നോട്ട് എ പാർട്ടി ഓറിയൻറ്റഡ് അല്ല. അത് ഒരു നീതി നിഷേധത്തിനെതിരെ ശക്തമായിട്ട് നിലകൊണ്ടു അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുമ്പം സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അതീതമായിട്ടൊക്കെ ഉള്ള ചിന്തകൾക്ക് ഉണ്ടാവാൻ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല, അത്ര മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. അത് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് അല്ലേ, അല്ലാതെ ഒരു മോളിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു അത് നമ്മൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വോട്ട് ചെയ്യുന്നവൻ്റെ ഇഷ്ടമാണ്, അവരാണ് തീരുമാനിക്കുന്നത്. ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം പറയാതിരിക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ ഈ പറഞ്ഞതുപോലെ നന്മയുള്ളവരും സഹായിക്കുന്നവരും സഹായിച്ചിട്ടുള്ളവരും മറക്കാതിരിക്കുക എന്നൊക്കെ പറയാനൊക്കെ പറ്റത്തുള്ളൂ. അതിലപ്പുറത്തേക്കുള്ള ഒരു പറച്ചിലൊന്നും നയപരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പക്ഷേ സഭയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള പക്ഷേ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും സെമിറ്ററി ബില്ല് പോലൊരു ബില്ല് സുപ്രീം കോടതി വിധി അങ്ങനെ നിൽക്കുമ്പം അത് കൊണ്ടുവരാനുള്ള ഒരു ആർജവം കാണിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഈ ഒരു നീതി നിഷേധത്തിനെതിരെ ചർച്ച് ബില്ല് കൊണ്ടുവരാനായിട്ട് കുറേ വർക്ക് ചെയ്തു, അവർ കുറേ എഫേർട്ട് ഇട്ടു, അത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് LDFൻ്റെ പാർട്ടി തലത്തിൽ അത് തീരുമാനമാക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സഹായിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അറ്റ് ദ സെയിം ടൈം ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചിൻ്റെ വിഷയം തീർക്കാനായിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തെ അവർ ബോയ്ക്കോട്ട് ചെയ്തു. മറുവിഭാഗം നമ്മുടെ വിഷയം തീർക്കാനായിട്ട്, നീതിയുക്തമായിട്ട് തീർക്കാനായിട്ട് അദ്ദേഹം എഫർട്ട് ഇനിഷ്യേറ്റ് എടുത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സാറിനെ കുറേ നാളുകൾ അവരുടെ പൊതുവേദികളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തിയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഒരർത്ഥത്തിലും മറ്റൊരർത്ഥത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഒരു ഭാഗം മാത്രം സഹായിച്ചൊന്നും അങ്ങനെ നന്ദികേടല്ലേ അത് എല്ലാവരും. പക്ഷെ ഒരു വളരെ ക്രൂഷ്യൽ ഇങ്ങനത്തെ ഒരു സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടില്ല നമുക്ക്. ഈ 2017 ഉണ്ടാക്കിയ ഒരു ആഘാതത്തിൽ അവിടെ ഞങ്ങൾക്കൊരു വലിയൊരാശ്വാസം തന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് പൊളിറ്റിക്സിൽ അതുപോലെ ഒരു ക്രിസ്ത്യൻ നേതാവ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയല്ലേ? കോൺഗ്രസ്സിൽ ബെന്നി ബെഹനാൻ പോലുള്ളവരൊക്കെ ഉണ്ട് ഇപ്പോഴും. എന്നാലും ഉമ്മൻചാണ്ടിയുടെ ഒരു കാരിസ്മ ഉള്ള അല്ലെങ്കിൽ അത്രയും ഒരു അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന വേറൊരാൾ ഇപ്പം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും സാന്നിധ്യമുണ്ട്. നമ്മളുടെ സഭാ മെമ്പേഴ്സ് 2-3 പേരുണ്ട്.